ചേട്ടാ ഇത് ഒറിജിനൽ പഴമല്ലേ? അല്ലടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ. അതല്ല, ഇത് ഓർഗാനിക് ആണോന്ന് ചോദിച്ചതാ. എന്താ? അല്ല, ഇത് കഴിച്ചാ ഓർഗൻസ് അടിച്ചു പോവില്ല. ആ ഓർഗാനിക് അതൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ കട്ടോണ്ട് വന്നാ. എടക്കള്ള എന്താടാ ഇവിടെ ആരാ ദോശ വെച്ചേ? പേപ്പർ ശരിയല്ല, പൈസ എടുക്കണോ? ആ താങ്ക് യു സർ. ആ ശരി, കളക്ഷൻ ഇന്ന് വളരെ മോശമാണല്ലോടൂ. സ്വാമി ശരണയ്യപ്പ, തറവാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇപ്പൊ എവിടെയല്ലേ? നാട്ടില്. ഇങ്ങോട്ട് വരില്ല? ഇല്ലായിട്ട് ഒരു രസമില്ല, ഭയങ്കര ബോറടി. കേസൊന്നും ഒത്തു വന്നില്ല സ്വാമി, പലതും ട്രൈ ചെയ്യണുണ്ട്. ഇപ്പൊ എവിടെയാ നിക്കണേ? ഇവിടെ ടൗണില്. ആ പരിസരത്ത് ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? ഇവിടെ ഒരാള് ദോശ കൊടുന്നുണ്ട്. അത് വേണ്ട. പിന്നെ ഇവിടെ ട്രാഫിക്കിൽ ഒരു രസമായി കൈക്കൂലി വാങ്ങുന്നുണ്ട്. അയാളെ കരണക്കുറ്റി നോക്കി എന്നാണ് കൊടുക്ക്. ബാക്കിയുമ്പോ വന്നിട്ട് നോക്കാ, ഞാനില്ല ഇവിടെ. ഓക്കേ. സാറേ, കള്ളു കുടിച്ച് വണ്ടി ഓടിക്കണതിന് എത്ര കൈക്കൂലി? കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിന് എത്ര കൈക്കൂലി ഒതുക്കിയ സാറേ. ഞാൻ പറഞ്ഞേ. ഒറ്റയടി പോലീസുകാരന് 3-4 പേരെ ആശുപത്രിയിലാക്കി, ഒരു പടക്കക്കടം കത്തിച്ചു. പിന്നെ പോലീസുകാരനെ തല്ലിയതുകൊണ്ട് കേസിന് ബലം കൂടി. 2 വർഷം തടവ്. പിന്നെ വേറെ കുറെ ആൾക്കാരെ കൈയും കാലം പിടിച്ച് സെൻട്രൽ ജയിലിലെത്തി. ഇപ്പോഴൊരു സമാധാനം. എന്തായാലും ഒരു കാര്യത്തിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാ അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയൂ? നമ്മുടെ മെറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ 10 നമ്പർ. ജയിൽ പുള്ളികളാ, കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട കളിച്ചു നടക്കുന്ന ആൾക്കാരെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാളിത് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യേ, അതറിയില്ലേ? ആൾക്കാർ ലോകകപ്പെന്ന് പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണല്ലോ ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങണത്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ലോകകപ്പ്, പിടിച്ചാൽ ലോക്കപ്പ്. ഉണ്ണിക്കുട്ടാ, നമ്മുടെ സദാശിവം റിലീസായിട്ടോ? ഓ അതെയാ, ആള് പെട്ടു. അല്ല കാതർക്ക, നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞടാ. നിക്കാഹ് കഴിഞ്ഞ രാത്രി തന്നെ എന്റെ മോള് പുതിയാപ്പിളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഓ നല്ലവനാടാ, പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അത് നന്നായി. അപ്പൊ ആ കാര്യത്തിന് സമാധാനായി. സമയേ പെണങ്ങല്ലേ, ഒന്നും ഇങ്ങോട്ട് വാ. എന്ത് പെണക്കടോ? നമ്മുടെ ബ്ലോക്കിൽ പുതിയ അഡ്മിഷൻ എന്തെങ്കിലും വന്നാ? 2-3 വന്നിട്ടുണ്ട്. ഹൗസ് ബോർഡ് ബോർഡ് വെച്ച് പറഞ്ഞേക്കാൻ പറ്റാത്ത ഇവിടെ മാത്രമാണല്ലോ. പുതിയ അഡ്മിഷനാ ഷിബു. അടിപിടിയേ? അടിയില്ല, പിടി മാത്രമേ ഉള്ളൂ. ബസ്സിലൊരു പെണ്ണിനെ കയറി പിടിച്ചു, അതും മഫ്റ്റിയിലുള്ള വനിതാ പോലീസിനെ. നടയടിയും സൈനപ്രതിഷ്ഠ ഒക്കെ കഴിഞ്ഞോ? ഓ അതൊക്കെ കഴിഞ്ഞ് 5-ാം ബ്ലോക്കിന്റെ വക വെടിവഴിപാടും ഉണ്ടായിരുന്നു. ഇവിടെ വാ, മേസ്തിരി കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ, അല്ല വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സിൽ മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. സ്ത്രീകളും കുട്ടികളും ദ്രോഹിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുപ്പാ. തന്നെ നീ മെസ്സിലോ ബസ്സിലോ കണ്ടുപോരുന്നില്ല. കാണില്ല. മനസ്സിലായോ? അയാളുടെ ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഈ പറഞ്ഞോട് മാത്രം. അത് സൈമൺ. എന്താ ആളുടെ കേസ്? ഫേമസ് പാർട്ടിയാ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൂമ്പൊടിഞ്ഞ് രാഷ്ട്രീയ കൊലപാതകം. കോടതി ലൈഫ് അടിച്ച് കൈ കൊടുത്ത് ജീവപര്യന്ത. ഭാഗ്യവാൻ. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? അതിനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം. ശരിക്കും കിട്ടണെങ്കിൽ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. എന്റെ പൊന്നോ, ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നോട് കളിച്ച് ഊതിക്കൊല്ലിഞ്ഞ്. പിന്നെ പുതിയ ആൾക്കാരെ ശ്രദ്ധയ്ക്ക് സീനിയേഴ്സിനെ ബഹുമാനിച്ചു പോയങ്ങൊക്കെ കൂടെ ജീവിച്ചു പോവാ. അല്ലൊക്കെ ഞാനൊക്കെ ഭയങ്കര കച്ചറയാ. മനസ്സിലായോ? ഞങ്ങളെല്ലാരും. പിന്നെ ഈ മുളകിനെ ഞെട്ടിപ്പോക്കാൻ എന്തിനാ കത്തി? ചെടിന്ന് കൈകൊണ്ടല്ലേ പൊട്ടിക്കിന്? കത്തി താഴറ. എന്റെ അച്ഛനാ പറഞ്ഞേ. ആരാടാ കിരീടം കളിക്കുന്നത്? ഒന്നുമില്ല, കടുകരിനെ കത്തി ചോദിച്ചാ കിട്ടി.